മോദി തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളിൽ. അപ്പോൾ അന്നൊക്കെ എല്ലാവരും വിമർശിച്ചു, ഇങ്ങനെ എന്തിനാ ഇതിനും മാത്രം രാജ്യത്ത് പോകുന്നു, 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, വിമാനം കയ്യിലുണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ നടക്കാമോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. വെസ്റ്റ് ഏഷ്യ നയത്തിൽ ഭാരതത്തിന് പാളിച്ച പറ്റിയോ? വെസ്റ്റ് ഏഷ്യ നയം എന്നൊക്കെ പറഞ്ഞൊരു നയമൊന്നും നമുക്കില്ല. നമുക്ക് നമ്മുടെ രാജ്യം നമ്പർ 1 ആണ്. ഇത് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. അതിന് സഹായിക്കുന്നത് ആരാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കും. ടു ബി ആൻ എനിമി ഓഫ് അമേരിക്ക ഈസ് ഡേഞ്ചറസ്, ടു ബി എ ഫ്രണ്ട് ഈസ് ഫേറ്റൽ. ഇതാണ് കിസിഞ്ചർ പറഞ്ഞത്. 70,000 ചില്ലാനും പെട്രോൾ പമ്പുകളുണ്ട്. ഓരോറ്റ പമ്പിൽ ഓരോറ്റ ദിവസം പെട്രോളില്ല ഡീസലില്ല എന്ന് എഴുതി വയ്ക്കണമല്ലോ. ഇല്ല. പുടിൻ ഒരു തവണ ട്രംപുമായിട്ട് സംസാരിച്ചു 1.25 മണിക്കൂർ ഫോൺ വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സംസാരിച്ച കാര്യമെല്ലാം കൂടെ അയാളുടെ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടിരിക്കുന്നു. മാന്യന്മാർ ചെയ്യുന്ന പണിയാണ്. അതിനുശേഷം ഇന്ന് വരെ പുടിൻ ഇയാളുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ല. നമസ്തേ. പൊളിച്ചെഴുത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ശ്രീ ടി ജി മോഹൻദാസ്. സ്വാഗതം സർ. നമസ്തേ. വെസ്റ്റ് ഏഷ്യ, ഭാരതവും ഇസ്രയേലും തമ്മിൽ നല്ല ദൃഢ ബന്ധമാണ്, നല്ല സൗഹൃദമാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കാരണം ആപത്ത് കാലത്ത് ഒപ്പം നിൽക്കുന്നവരാണ് സുഹൃത്ത്. ആ അർത്ഥത്തിൽ സുഹൃത്ത് എന്ന് വിളിക്കാവുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഇസ്രയേൽ. പക്ഷേ വെസ്റ്റ് ഏഷ്യ നയത്തിൽ ഭാരതത്തിന് പാളിച്ച പറ്റിയോ? 1. 2, ട്രംപിൻ്റെ വാക്ക് കേട്ട് എടുത്തു ചാടി അബദ്ധത്തിൽ എത്തിയോ? ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, സ്പെസിഫിക് ചോദ്യങ്ങളിലേക്ക് വരാം. പക്ഷേ ആത്യന്തികമായി നമുക്ക് പാളിച്ച പറ്റിയോ, അതോ നമ്മൾ വളരെ വെൽ ബാലൻസ്ഡ് ഒരു വഴിയിൽ കൂടെയാണോ നീങ്ങുന്നത്? ഈ വെസ്റ്റ് ഏഷ്യ നയം എന്നൊക്കെ പറഞ്ഞൊരു നയമൊന്നും നമുക്കില്ല. അതാത് സാഹചര്യം അനുസരിച്ച് നമ്മളുടെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നയമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. അനാവശ്യമായ ഡോഗ്മാസ്, പ്രിൻസിപ്പൾസ്, ഇതൊന്നുമില്ല. ലോകം മൊത്തം ട്രാൻസാക്ഷണൽ റിലേഷൻസേ ഉള്ളൂ. ഇങ്ങോട്ട് സഹായിക്കുന്നവനെ അങ്ങോട്ട് സഹായിക്കും. അല്ലാതെ പ്രിൻസിപ്പിളിൻ്റെ പുറത്ത് കമ്മ്യൂണിസ്റ്റ് ചൈനയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രാണം പോയി കഴിഞ്ഞാലും അവരുടെ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഏർപ്പാടൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് അവസാനിച്ചു. നമുക്ക് നമ്മുടെ രാജ്യം നമ്പർ 1 ആണ്. ഇത് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. അതിന് സഹായിക്കുന്നത് ആരാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കും. അവർ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ആ സെക്കൻഡിൽ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യും. ഇങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും പെരുമാറുന്നത്. നമ്മൾ മാത്രം എന്തിനാണ് വ്യത്യസ്തമായിട്ട് നയം മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ പോകുന്നു? വി ജസ്റ്റ് ഡോണ്ട് കെയർ. നമ്മളുടെ സൗകര്യം. അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. അവർക്ക് നമ്മൾ ആയുധം വയ്ക്കുന്നു, അവർ നമുക്ക് ആയുധം വയ്ക്കുന്നു. കൃഷിയുടെ രംഗത്ത് ഒരുപാട് കൊടുക്കലും അങ്ങനെ നടക്കുന്നു. അതേസമയം ഇറാനുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഹോർമൂസ് കടലെടുക്ക് ഇറാൻ ഞെക്കിപ്പിടിച്ചിട്ടും നമ്മുടെ കപ്പലുകൾ ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ടായി, കുറച്ച് പ്രശ്നം നമുക്കുണ്ടായി. ബട്ട് ഭാരതത്തിൽ ഗ്യാസിന് വല്ല പ്രശ്നമുണ്ടായി, എണ്ണയ്ക്ക് വല്ല പ്രശ്നമുണ്ടായ 27 രാജ്യങ്ങളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് 41 രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് മാറി. മോദി തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളിൽ. അപ്പോൾ അന്നൊക്കെ എല്ലാവരും വിമർശിച്ചു, ഇങ്ങനെ എന്തിനാ ഇതിനും മാത്രം രാജ്യത്ത് പോകുന്നു, 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, വിമാനം കയ്യിലുണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ നടക്കാമോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. വാസ്തവത്തിൽ എനിക്ക് ഉള്ളിൽ തോന്നി കേട്ടോ, ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഇത്രയൊക്കെ പോകേണ്ടത്. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എന്തിനാണ് പോയത്. എല്ലാവരുമായിട്ടും ഗുഡ് റിലേഷനിൽ ആശാൻ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ആപത്ത് വരുന്നു എന്ന് കണ്ടപ്പോൾ 21 നിന്ന് 47 ചാടാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ഗ്യാസിനോ സംഗതിക്കോ ഒന്നും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഇവിടെ ഒരുപാട് പേര് സ്വപ്നം കണ്ടു, പെട്രോൾ പമ്പിന് മുമ്പിൽ സത്യാഗ്രഹം നടക്കുമെന്നും വീട്ടമ്മമാർ ഗ്യാസ് സിലിണ്ടറുമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നടന്നു. ഒന്നും സംഭവിച്ചില്ല. ഈ ഇൻഷുർഡ് ദ സപ്ലൈ. നമ്മുടെ രാജ്യത്ത് എത്രയോ 70,000 ചില്ലാനും പെട്രോൾ പമ്പുകളുണ്ട്. ഒരൊറ്റ പമ്പിൽ ഒരൊറ്റ ദിവസം പെട്രോളില്ല ഡീസലില്ല എന്ന് എഴുതി വയ്ക്കണമല്ലോ? ഇല്ല.
ഒരു വീട്ടിൽ ഒരു സിലിണ്ടർ തീർന്നു പോയി എന്നൊരു കംപ്ലയിൻറ്റ് വരണമല്ലോ, ഇല്ല. കൊമേർഷ്യൽ LPG ഉണ്ടായി കുറച്ച് റെസ്ട്രിക്ഷൻസ് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ വ്യാപകമായ പ്രചരണം നടന്നു. ഹോട്ടലുകളൊക്കെ അടയ്ക്കുന്നു, ആളുകൾ വിശക്കുന്നു. ആളുകൾ ഹോട്ടലൊന്നും അടച്ചില്ല. അവർ റോക്കറ്റോ ബുള്ളറ്റോ അടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് വിറകിലേക്ക് മാറാനുള്ള തയ്യാറൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ടെൻഷൻ കുറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ വിലയും കൂടെ കുറച്ചു. സോ ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഗുഡ് റിലേഷൻസിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നത്തിങ് റോങ് ഇൻ ബിക്കമിങ് ഫ്രണ്ട് വിത്ത് എവറിബഡി. ഇറാനും ഇസ്രായേലും തമ്മിൽ വഴക്കുണ്ട്, ശരി. അതിൽ നമ്മൾ പക്ഷം പിടിക്കുന്നത് എന്തിനാണ്? നമ്മൾ രണ്ടുപേരുമായിട്ട് നമ്മുടെ രണ്ട് അയൽവക്കത്തുകാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അതിലൊരാളുടെ പക്ഷത്ത് നമ്മൾ ചേരണം നിർബന്ധമൊന്നുമില്ല. രണ്ടു പക്ഷവും ചേരാതെ ചേരാ അങ്ങനെയല്ല. അത്യാവശ്യം നമ്മൾ ചേരിയൊക്കെ ചേരും. അത് ഈ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങ് തുടങ്ങി വെച്ച ചേരാ നയം പണ്ടത്തെ അത് എന്താണെന്ന് ഒരു മിനിറ്റിൽ ഒന്ന് പറയുകയും അതുകൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടായെന്ന് കൂടി ഒന്ന് ചേരാ നയം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രേക്ഷകരിൽ എത്ര പേർ അത് ഇറ്റ്സ് ബിക്കം ഒബ്സൊലീറ്റ് നൗ. അതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് രണ്ട് ചേരികളുണ്ടായി. ഒന്ന് സോവിയറ്റ് ചേരി, മറ്റത് അമേരിക്കൻ ചേരി. ഇപ്പോൾ ലോകരാജ്യങ്ങൾ രണ്ട് കഷ്ണങ്ങളായി. ലോയൽറ്റി, നിങ്ങളുടെ ഫ്രണ്ട്സ് അമേരിക്കയും ആ കൂട്ടവും ആണോ, അതോ സോവിയറ്റ് യൂണിയനും ആ കൂട്ടവുമാണോ? മൂന്നാമതൊരു കൂട്ടം ചേരാത്തവർ, ചേരാ നയമുള്ളവർ. അവർ ഇന്ത്യ, ഈജിപ്റ്റ് തുടങ്ങിയ കുറച്ച് രാജ്യങ്ങൾ, യൂഗോസ്ലോവിയ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഫലത്തിൽ നമ്മൾ സോവിയറ്റ് ചേരിയിലായി. സോഫ്റ്റ് ഹിന്ദുത്വ എന്ന് പറയുന്ന പോലെ സോഫ്റ്റ് സോവിയറ്റ്. സോഫ്റ്റ് ഒന്നുമല്ല, സാമാന്യ ഹാർഡ് തന്നെയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ അമേരിക്കയുമായിട്ടുള്ള ടെൻഷൻസ്. അമേരിക്കയ്ക്ക് നമ്മളെ ഒരു സംശയം എപ്പോഴും, ഇവരപ്പുറത്തെ ആൾക്കാരാണെന്നൊക്കെ. അതായിരുന്നു നമ്മളുടെ എന്ത് വാങ്ങിക്കോട്ടെ നമുക്കത് മുഖവിലേക്കെടുക്കാം ചേരാനയം. ഇതായിരുന്നു ചേരി. മൂന്നാമത്തതാണ് ചേരാനയം. ഇപ്പോൾ ഈ രണ്ട് ചേരി എല്ലാം കലങ്ങിപ്പോയി. ഇപ്പോൾ മൾട്ടി പോളാർ വേൾഡാണ്. ഇത് വീണ്ടും രണ്ട് ചേരി ആക്കാനാണ് ട്രംപ് G2, ഞങ്ങളും ചൈനയും മാത്രമേ ഉള്ളൂ, G2 അങ്ങേര് പറയുകയും പ്രവർത്തിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. പുള്ളി ഒരുപാട് എല്ലാ ബിസിനസ്സുകാരെയും കൊണ്ട് ചൈനയിലേക്കൊരു വിസിറ്റൊക്കെ നടത്തി. 2 ദിവസത്തെ വിസിറ്റ്. ചൈന കാര്യമായിട്ട് സൽക്കരിച്ചു, ചായയും പരിപ്പുടയും ഒക്കെ കൊടുത്തു. ബട്ട് അടുത്തില്ല. ഇങ്ങേരുടെ G2 വർത്തമാനത്തിൽ അവർ വീണില്ല. അവരിപ്പോഴും മൾട്ടി പോളാർ വേൾഡിൽ നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് ചേരി എന്നുള്ളത് പോയിട്ട് ഒരുപാട് ചേരികളുണ്ട്. ഇപ്പോൾ ഒരുപാട് ചേരികളിൽ ഒരുപാട് പേർക്ക് മെമ്പർഷിപ്പുണ്ട്. ലയൺസ് ക്ലബിലും റോട്ടറി ക്ലബിലും മെമ്പർഷിപ്പ് ഉള്ളതുപോലെ ആ ചേരിയിലും ഈ ചേരിയിലും മറ്റേ ചേരിയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നത് ഈയിടെ ജപ്പാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞില്ല, തക്കിയാച്ചി പറഞ്ഞു, മോദി എൻ്റെ എൽഡർ ബ്രദറാണ്, വലിയേട്ടൻ. മോദി പറഞ്ഞു ഇതെൻ്റെ കുഞ്ഞനിയത്തിയാണ് എന്ന് പറഞ്ഞു. ലവ്ലി ഓർ ബ്യൂട്ടിഫുൾ മൈ സിസ്റ്റർ. ഇതിന്ന് പോയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ G2 ട്രംപിൻ്റെ, ഇറ്റ് വാസ് എ മെസ്സേജ് ടു ട്രംപ്. G2 എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയുമാണ്. ശരി, ആയിക്കോട്ടെ. G3 ആയിട്ടുള്ള ജപ്പാൻ, G4 ആയിട്ടുള്ള ജർമ്മനി, G5 ആയിട്ടുള്ള ഇന്ത്യ, ഇവരലൈൻ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ജർമ്മനി എങ്ങും തൊട്ടിട്ടില്ല. ബട്ട് ജപ്പാൻ ബോൾഡായിട്ട് 1 ട്രില്യൺ ഇന്ത്യൻ റുപ്പി ആ ബിസിനസ് ഓൾറെഡി അഷ്യൂർഡ് ചെയ്ത് ഒപ്പിട്ടിട്ടാണ് ജപ്പാൻ പോയിരിക്കുന്നത്. അപ്പം ജപ്പാൻ ചെറിയ ശക്തിയൊന്നുമല്ല. അവർ G3 ആണ്. സാമ്പത്തിക രംഗത്ത് 3-ാം സ്ഥാനം ജപ്പാനാണ്, 4 ജർമ്മനി, 5 ഇന്ത്യ. ബട്ട് ഡിസ്റ്റൻറ്റ് 4th and 5th ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ 4th and 5th ആണ്. അപ്പം ദിസ് ഈസ് എ ചലഞ്ച് ടു ട്രംപ്. താൻ വലിയ ആളൊന്നും കളിക്കണ്ട, ഞങ്ങൾ ജപ്പാനുമായിട്ട് ക്വാഡ് ഓൾമോസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ക്വാഡായിരുന്നു ഒരു ഇത്. അതും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, US ഈ 4 പേര് ചേർന്ന ഒരു ക്വാഡിൻ്റെ ബേസിക് ഉദ്ദേശം ചൈനയെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു.
അത് അമേരിക്കയും നമ്മളും തമ്മിൽ ട്രംപ് വന്നതിന് ശേഷം അത്ര സുഖത്തിലല്ല. എന്നാൽ വിഷമമൊന്നുമില്ല, പക്ഷേ അത്ര രസത്തിലല്ല ഉള്ളുകൊണ്ട്. അങ്ങനെ ക്വാഡ് കിടന്നു. അമേരിക്ക ചെറിയൊരു സിഗ്നൽ നമുക്ക് തന്നു. അവരുടെ ഇൻഡോ പസഫിക് കമാൻഡിൻ്റെ പേര് അവർ പസഫിക് കമാൻഡ് എന്ന് മാറ്റി, ഇൻഡോ എടുത്തു കളഞ്ഞു. ഇപ്പോൾ തക്കിയാച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടില്ല, ഇൻഡോ പസഫിക് എന്ന് തന്നെ ഉപയോഗിച്ചു. തക്കിയാച്ചി ഉപയോഗിച്ചു, മോദി ഉപയോഗിച്ചു. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും കൂടി ഇത് പ്രശ്നം ഇതാണ്. ശ്രദ്ധിക്കേണ്ടവർക്ക് മനസ്സിലാകേണ്ടവർക്കൊക്കെ മനസ്സിലായി. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ്, പസഫിക്കിലാണ് ജപ്പാൻ. സോ ഇൻഡോ പസഫിക്, ഞങ്ങളും ജപ്പാൻ. ആൻഡ് ദർ വാസ് ഹ്യൂജ്. ഈ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു വിസിറ്റായിരുന്നു താക്കിയാച്ചിയുടെ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരെ ഇരുത്തിക്കൊണ്ട് ട്രംപിന് ഈ മനുഷ്യനെ അപമാനിക്കുന്ന പരിപാടിയുണ്ടില്ല. തക്കിയാച്ചി ഇവിടെ വാഷിങ്ടണിൽ പോയപ്പോൾ ട്രംപിനോട് പത്രക്കാർ വേറെ എന്തോ കാര്യത്തിനും ചോദിച്ചു, ആർ യു ഗിവിങ് എ സർപ്രൈസ് എന്ന് ചോദിച്ചു. ഫോർ സം അതർ റീസൺ ട്രംപ് അതെടുത്തിട്ട് തക്കിയാച്ചി ഒരു കുത്തുകുത്തി. ജപ്പാനെ പോലെ സർപ്രൈസ് നടത്താൻ കഴിവുള്ള ആരാ ഉള്ളത്? പേൾ ഹാർബർ ആണ് ഉദ്ദേശിച്ചത്. അതെ, അത് പറഞ്ഞു, ഉദ്ദേശിച്ചത് മാത്രമല്ല പറഞ്ഞു. അത് പേൾ ഹാർബറിൽ അവർ നടത്തിയ സർപ്രൈസ് പോലെ വേറെ ആരും അതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ബട്ട് തക്കിയാച്ചി ഒരു ചെറിയ പുഞ്ചിരിയോടെ ഒരക്ഷരം മിണ്ടാതെ അത് പോട്ടെ എന്ന് വിചാരിച്ചു. അവർ ചമ്മിയില്ല, അവരുടെ മുഖത്ത് ഭാവ വ്യത്യാസം വന്നില്ല. ഒരു തമാശ കേട്ടുന്ന പോലെ ചെറിയൊരു ചിരി സൈഡിൽ കൂടെ പുറത്തേക്ക് വിട്ട്. അപ്പോൾ ട്രംപിന് മനസ്സിലായി തക്കിയാച്ചി ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റഫ്. സാധാരണ ഏത് രാഷ്ട്രത്തലവനും പരിഭ്രമിച്ചു പോകുന്ന ഒരു കുത്താണത്. അപ്പോൾ ആ കുത്തി ഇങ്ങനെ തോളൊന്നും മാറ്റി ഇതിലൂടെ ആ കുന്തം അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ട്രംപിന് മനസ്സിലായി ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ജപ്പാൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നവരല്ല എന്ന് മനസ്സിലായി. പബ്ലിക്കായിട്ട് അതേ ചൊല്ലിയൊരു വാഗ്വാദത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വഷളാകും. ബിക്കോസ് തക്കിയാച്ചി അവിടെ പോയിരിക്കുന്നത് വേറെ ഉദ്ദേശത്തിനാണ്. ബട്ട് തക്കിയാച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാളെ അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടാൻ പറ്റില്ല ട്രംപിനെ. പബ്ലിക്കിൽ നമ്മളെ വീഴ്ത്താൻ ശ്രമിച്ച ആളാണ്. പിന്നെ നമ്മുടെ സാമർഥ്യം കൊണ്ട് നമ്മൾ വീണില്ല എന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് അൺബിക്കമിങ് ഓഫ് അമേരിക്കൻ പ്രസിഡൻറ്റ് ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്. പേൾ ഹാർബറൊക്കെ പണ്ടേ കഴിഞ്ഞതല്ലേ. അതും അവരുടെ അതിഥിയായിട്ട് തക്കിയാച്ചി ചെന്നപ്പോൾ ഇദ്ദേഹം ജപ്പാനിൽ ട്രംപ് പോയപ്പോഴാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ജപ്പാനിൽ നിന്ന് അവരിവിടെ വരുമ്പോൾ ഈ തിണ്ണമെടുക്ക് എന്നും പറയില്ല, തിണ്ണമെടുക്ക് കാണിക്കരുത്, അത് ശരിയല്ല. അപ്പോൾ അതാണ് തക്കിയാച്ചിയുടെ ബലം. അപ്പോൾ ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞ G2 ആണെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പ് ആവാൻ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ഞങ്ങൾ വേറെ ഗ്രൂപ്പാകാൻ ഞങ്ങൾക്ക് പറയാം. ഈ ഒരു മെസ്സേജ് കൊടുത്തു. അപ്പോൾ ചേരാ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട് നമുക്കില്ല. ഇനി ചേരണമെങ്കിൽ ഒരു ചേരി നമുക്കുമുണ്ട്. ഇതും നമ്മൾ റെഡിയാണ്. വി ആർ റെഡി ഫോർ എനിത്തിങ്. സോ ബേസിക്കലി പ്ലേയിങ് ഇറ്റ് സ്മാർട്ട്, അങ്ങനെ തന്നെ പറയണ്ടേ? സ്മാർട്ട്, അല്ലെങ്കിൽ ടു പ്രൊട്ടക്ട് അവർ ഇൻട്രസ്റ്റ് ഫസ്റ്റ്. ടു പ്രൊട്ടക്ട് മറ്റ് അങ്ങ് പറഞ്ഞ പോലെയുള്ള മറ്റ് ജാർഗൻസിനപ്പുറത്തേക്ക് രാജ്യ താല്പര്യം ഫസ്റ്റ്. അമേരിക്കയുടെ ഒരു ഭാവമുണ്ടല്ലോ, ഈ ഭൂലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് നമ്മളാണ്. അതാണല്ലോ അവരുടെ കമാൻഡ്. സെൻട്രൽ കമാൻഡ്, പസഫിക് കമാൻഡ്, സതേൺ കമാൻഡ്. ഭൂലോകത്തെ മുഴുവൻ അവർ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, സെൻട്രൽ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ട് കമാൻഡ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളൊക്കെ ആ കമാൻഡിൻ്റെ കീഴിലാണെന്നാണ് അവരുടെ വെപ്പ്. അപ്പോൾ ഈ ഭാവമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ കീഴിലല്ല. നിങ്ങൾ ഇൻഡോ പസഫിക്കിലെ ഇൻഡോ എടുത്ത് മാറ്റിയതുകൊണ്ടൊന്ന് ഞങ്ങൾ യു കനോട്ട് ഹൈജാക്ക് അവർ നെയിം ഇന്ത്യ എന്നുള്ള പേര്. യു കനോട്ട് ഡു എനിത്തിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ കിതാബിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അതിപ്പോൾ ചൈന ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റി മാപ്പിൽ എഴുതി വയ്ക്കും. കാർട്ടോഗ്രാഫിക് മിസ്ചീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാർട്ടോഗ്രാഫിക് മിസ്ചീഫ് ഇപ്പോൾ എനിബഡി ക്യാൻ ഡു ദാറ്റ്. നമ്മൾ ചൈനയുടെ ഭൂപടത്തിൽ മൈന എന്ന് എഴുതി വെച്ചു, വെറുതെ ഒരു ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാനുള്ള പരിപാടി, അത്രയേ ഉള്ളൂ. അല്ല അതിക്കവിഞ്ഞൊന്നും അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ഇറാൻ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക വല്ലാതെ ഡിഫെൻസീവിലായി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിന്നു, നരേറ്റീവ് വാറിൽ ജയിക്കുകയും ചെയ്തു. ആക്ച്വൽ വാറിൽ വലിയ നാശനഷ്ടം വന്നു ഇറാൻ, ബട്ട് നരേറ്റീവ് വാറിൽ അവർ ജയിക്കുകയും. പക്ഷെ തകർത്ത് കളയും, ദിവസങ്ങൾ കൊണ്ട് ഇറാനെ ഇല്ലാതാക്കി കളയും, അവിടെ അങ്ങ് കുഴിച്ചു മൂടിക്കളയും എന്നുള്ള ആ ക്ലെയിംസ് എല്ലാം പറന്നു പോയല്ലോ. നാശം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. എങ്കിൽ പോലും ഇതൊരു ഈ എടുത്തുചാട്ടത്തിനോ ബുദ്ധിയില്ലായ്മയ്ക്കോ കിട്ടിയൊരു തിരിച്ചടി കൂടിയാണോ ട്രംപിന്? തീർച്ചയായിട്ടും. ഇങ്ങനെ ഇത്ര ലോകത്തിലെ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു പട്ടാളമാണ് അമേരിക്കൻ പട്ടാളം. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവരെ 110 കുറ്റം നമുക്ക് അമേരിക്കയെ പറയാം പൊളിറ്റിക്കൽ ഡിസിഷൻസിൽ. ബട്ട് അവരുടെ മിലിറ്ററി വൺ ഓഫ് ദ ബെസ്റ്റ് മിലിറ്ററി ഇൻ ദ വേൾഡ്. അവരുടെ ടെക്നോളജി, അവരുടെ ഡിസിപ്ലിൻ, അവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ ഇതിനെ വാസ്തവം പറഞ്ഞാൽ അവരുടെ തന്നെ പ്രസിഡൻറ്റ് വഴിയാധാരമാക്കി കളഞ്ഞു. രാവിലെ ഒന്ന് പറയുക, ഉച്ചയ്ക്ക് വേറൊന്ന് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അമേരിക്കയുടെ കപ്പൽപ്പട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ആ കടലിടുക്കിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റാതെ തിരിഞ്ഞോടേണ്ടി വന്നു. അത് അവർക്ക് പറ്റാഞ്ഞിട്ടാണ്. പടക്കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് കടലിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പോർട്ടിൽ കൊണ്ടുപോയിട്ട് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ. ദേ നോ ഇറ്റ് വെരി വെൽ. ബട്ട് ഈ മനുഷ്യൻ അവരെ എന്ത് ചെയ്യണമെന്ന് പറയില്ല. സുപ്രീം കമാൻഡർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെൻ ഹി സേസ് യു സ്റ്റോപ്പ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു, തൽക്കാലം സ്റ്റാർട്ട് ചെയ്യും, ബാക്കി ഞാൻ പിന്നെ പറയാം. ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് ഡീലിംഗ് വിത്ത് എ മിലിറ്ററി. അവരെന്ത് ചെയ്യും? പിന്നെയും പെൻറ്റഗൺ ഇതിൻ്റെ നടുക്ക് ഒരു ബഫറായിട്ട് നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ കുളം കോരിയാണ്. ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇടയ്ക്ക് പെൻറ്റഗണും ഉണ്ട്. അതുകൊണ്ട് കുറേയധികം ഷോക്ക് പെൻറ്റഗൺ എടുത്തു. യുദ്ധത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് മിലിറ്ററി ജനറൽസ് കുറഞ്ഞത് 2 പേരെങ്കിലും പിരിച്ചു വിട്ടില്ല. യു ഡിസ്മിസ് ദം ഫ്രം സർവീസ്. അത് ഇയാളുടെ സെക്രട്ടറി ഓഫ് ഡിഫൻസ്, അയാളുടെ പേര് മാറ്റിയിട്ട് പീറ്റ് ഹെക്സിറ്റ്, അയാളുടെ പേര് മാറ്റിയിട്ട് സെക്രട്ടറി ഓഫ് വാർ. എന്ത് പ്രതിരോധം, യുദ്ധം, പേര് മാറ്റി. ആൻഡ് പീറ്റ് ഹെക്സിറ്റാണ് ഇവരെ പിരിച്ചുവിടുന്നത്. യുദ്ധത്തിൻ്റെ നടുക്ക് ജനറലിനെ പിരിച്ചുവിടുന്ന ഒരു രാജ്യം സങ്കല്പിക്കും. നമ്മളൊന്നും ചെയ്യില്ല. ഇനി ആ ജനറൽ എന്തെങ്കിലും കാര്യമായ അബദ്ധം കാണിച്ചു എന്ന് വെച്ചോ, അപ്പോൾ പോലും യുദ്ധം തീരുന്നവരെ അയാൾ തന്നെ ആയിരിക്കും നമ്മുടെ ജനറൽ. വി നെവർ ഡു ദാറ്റ്. നോ കൺട്രി ഡസ് ദാറ്റ്. ഈസ് ഹി എ ഫൂൾ ഓർ എ ലുനാറ്റിക് ഓർ എ ഫ്രോഡ് ഓർ എ ജോക്കർ? അയാൾ പാർട്ട്ലി ഈ പറഞ്ഞ ലുനാറ്റിക്കാണ്, പാർട്ട്ലി അയാൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ പാകിസ്ഥാനിൽ മറ്റേ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ഉണ്ടാക്കിയ കാശ്, അയാളുടെ ഇൻകമൊക്കെ പുറത്തു വന്നില്ലേ. ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദാറ്റ്. അതാണ് അവിടെ ഈ ലോബിയിങ് ഒക്കെ നടത്താം. ഇറ്റ്സ് ലീഗൽ. ഇവിടെ അത് ലീഗൽ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്. MSc-കാരൻ കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വിവാദം ഉണ്ടാകുന്നില്ല. ഇടനിലക്കാർ. അവിടെ MSc-കാരന് കളിക്കാൻ കാശ് കൊടുത്തിട്ട് MLA-മാർക്കോ MP-മാർക്കോ കാശ് കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ലോബി ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അനുകൂലമായിട്ട് നിയമം പാസ്സാക്കി. ദിസ് ഈസ് ലീഗൽ ഇൻ അമേരിക്ക ആൻഡ് ദിസ് മാൻ മേക്സ് മണി ഔട്ട് ഓഫ് എവറിത്തിങ്. അയാൾ പേഴ്സണലി, നമ്മൾ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ അയാൾ നമ്മുടെ കൂടെ നിന്നേനെ. നോബൽ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മളൊരു ശുപാർശ കൊടുക്കണം. പാകിസ്ഥാൻ അത് സിമ്പിൾ സംഗതി. നമ്മുടെ ലെറ്റർ ഹെഡല്ലേ ഇരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സത്യമേവ ജയതേ എംബ്ലമൊക്കെ വെച്ചിട്ട് വി സ്ട്രോങ്ലി റെക്കമെൻഡ്. വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞൊരു കഥ. മോദി എത്രയോ പേരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പത്മശ്രീ പത്മഭൂഷൺ അത് ഇത് കൊടുക്കുന്നു. കൂടെ ഇയാൾക്കൊരു നോബൽ സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണ്ടേ മോദി അത് ചെയ്തില്ല. ഇത്ര മോദിക്കും അറിയാം ഈ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷമമൊക്കെ തീരും, ബട്ട് ചെയ്യില്ല. താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തത്. അയാൾ എന്ത് ചെയ്യാനാണ്? ജസ്റ്റ് വൺ എക്സാമ്പിൾ ആൻഡ് ഐ വിൽ സ്റ്റോപ്പ് ദെയർ. 18,000 പേരെ ഇയാൾ പുറത്താക്കുമെന്ന് പറഞ്ഞു. നമ്മൾ എഗ്രി ചെയ്തു. ജയശങ്കറാണ് പറഞ്ഞത്. യെസ്, 18,000 പേര് അവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. ദേ ആർ അവർ പീപ്പിൾ, യു സെൻഡ് ദം ബാക്ക്. ആദ്യത്തെ 2 ഫ്ലൈറ്റിൽ ഇയാൾ കയ്യിനും കാലിനും ചങ്ങലയൊക്കെ ഇട്ട് അയച്ചു. നമ്മൾ പറഞ്ഞു ശരി, നിങ്ങളുടെ ലോ അനുസരിച്ച് ക്രിമിനൽസാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു, അയച്ചു. ബട്ട് ഈ 2 തവണയല്ലാതെ പിന്നീട് വരാഞ്ഞ എന്താ ആൾക്കാർ? നോബഡി എൻക്വയർസ് ദാറ്റ്. ഒരു 300 + 300
600-800 പേരോ മറ്റാണ് വന്നത്. അതിനുശേഷം വന്നില്ല. വൈ? എവിടെ പോയി അവർ? വി ബ്ലോക്ക്ഡ് ഇറ്റ്. ബട്ട് വി ഡിഡ് നോട്ട് തംപ് ജസ്റ്റ് സെയിങ് ദാറ്റ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. എന്തിന്? നമ്മുടെ ആൾക്കാരിങ്ങനെ പല സ്ഥലത്ത് ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് വരാറില്ലേ, നിത്ത ഖാദ് എന്ന് പറഞ്ഞിട്ട്. നമ്മളത് വലിയ നമ്മളെ അച്ചീവ്മെൻ്റാണ്. അവിടെ ക്രൈം കമ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്ത് പല രീതിയിൽ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ മോചിപ്പിച്ചെടുത്തു എന്നൊന്നും നമ്മൾ പറയാൻ പോകില്ല. സി, വെൻ യു ഡു സംതിങ്, ഡു ഇറ്റ് ഗ്രേസ്ഫുൾ. മറ്റേ ആൾക്കൊരു ക്ഷീണം തട്ടുന്ന രീതിയിൽ അനൗൺസ്മെൻ്റ് ഒന്നും ശരിയല്ല. അപ്പോൾ ഈ ട്രംപ് നിരന്തരം അങ്ങനെ ചെയ്യുന്നു. ഇയാളത് ചെയ്യും. അമേരിക്കയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് കിസ്സിഞ്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടു ബി ആൻ എനിമി ഓഫ് അമേരിക്ക ഈസ് ഡേഞ്ചറസ്, ടു ബി എ ഫ്രണ്ട് ഈസ് ഫേറ്റൽ. ഇതാണ് കിസ്സിഞ്ചർ പറഞ്ഞത്. That is how it is. അല്ല, ആ അർത്ഥത്തിലാണെങ്കിൽ നമുക്കും ഒരു അബദ്ധം പറ്റിയില്ലേ? അതോ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണോ ഫ്രണ്ട് എന്ന് നരേന്ദ്രമോദി ട്രംപിനെ പ്രഖ്യാപിച്ചു? അയാളുടെ ലൂസ് ടോക്കിനനുസരിച്ച് നമ്മൾ സംസാരിച്ച് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. US-ലടക്കം നമുക്ക് ബിസിനസ് സ്റ്റേക്സ് ഉണ്ട്, നമ്മുടെ ആൾക്കാരവിടെ ഉണ്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഡീല് സൈൻ ചെയ്തിട്ടില്ല. ഈ താരിഫ് ഇട്ട് കളിച്ച് അങ്ങനെ ചെയ്ത് ഒക്കെ ചെയ്ത് നമ്മൾ യൂറോപ്പ്, ഇംഗ്ലണ്ട് എല്ലാം ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയുടെ ഇപ്പോഴും സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ അമേരിക്ക നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് സൈൻ ചെയ്തിട്ടാണ് 18% ഉള്ളൂ. അല്ല, നിങ്ങളല്ലേ 50 അല്ല, അത് പോയല്ലോ. അങ്ങനെയല്ല, ഇത് 18 ഉള്ളൂ. 18 താത്താൻ പറ്റില്ല ചേട്ടാ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞാൽ അവർ പോയി. ഇനിയിപ്പോൾ വീണ്ടും വരും ഈ ജൂലൈയിൽ. അഗെയിൻ ദേ ആർ കമ്മിങ്. വി ആർ നോട്ട് സൈനിങ് ദാറ്റ് എഗ്രിമെൻറ്റ്. അതേസമയം വി വിൽ നോട്ട് സൈൻ കം വാട്ട് മേ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അതും ഉണ്ടാവില്ല നമ്മുടെ ഭാഗത്തുനിന്ന്. അതവരെ കൊച്ചാക്കുന്ന പോലെയല്ലേ. ഈ ട്രംപ് മാത്രമല്ല, ട്രംപ് 2 വർഷം കഴിയുമ്പോൾ പോവും. അടുത്ത ഏതായാലും ട്രംപിന് ഇനിയൊരു ഇതില്ല, വേറൊരു മനുഷ്യനായിരിക്കും വരുന്നത്. നമ്മൾ പറഞ്ഞ വാക്ക് അവിടെ ഇരിക്കും, അമേരിക്കയെ അപമാനിച്ചു എന്നുള്ള വാക്ക്. ഇപ്പോൾ ലൈക്ക് എൻ ഇന്ത്യൻ വാട്ട് വി ഫീൽ, നമ്മളെ ബിലിറ്റിൽ ചെയ്തു, അവിടെ ഇവിടെയൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ പുച്ഛിച്ചു, അങ്ങനെ ഒരുപാട് ഇത് ഹെൽ ഹോൾ എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുകയല്ലേ. ഇനി അടുത്ത അമേരിക്കൻ പ്രസിഡൻറ്റ് വന്നു കഴിയുമ്പോൾ അയാൾ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, അമേരിക്കക്കാരനാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയും. ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇത് മാറ്റിയെടുക്കാൻ ഇനി എത്ര വർഷം എടുക്കും? അതുകൊണ്ട് നമ്മളായിട്ടൊരു ട്രസ്റ്റ് ഡെഫിസിറ്റിന് നമ്മൾ പോകുന്നില്ല. വി ആർ ഫെയർ വിത്ത് എവരിബഡി. അതേസമയം ലുക്ക് അറ്റ് പാകിസ്ഥാൻ ഒരു ഹോപ്പ്ലെസ് കേസാണ് നമ്മളെ സമയത്തോളം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോടാൻ നിൽക്കുന്നു. ഇപ്പോൾ കാര്യമായ പ്രതികരണം പോലും ഇല്ലാണ്ടായില്ലേ? ഇല്ല, അവർ ആറ്റം ബോംബിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖ്വാജ ആസിഫ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ആറ്റം ബോംബിടും. ഇതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അബയൻസിൽ വെച്ചല്ല. പാകിസ്ഥാന് വെള്ളമില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആറ്റം ബോംബിടും. ആറ്റം ബോംബിട്ട് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ? ചില ചാനൽ ചർച്ചകളും ഞാൻ കണ്ടു, അവിടുത്തെ നല്ല ഇംഗ്ലീഷിൽ ഇന്ത്യക്ക് വാർണിംഗ് തരുന്നു. അല്ല, എനിക്ക് മനസ്സിലാകത്ത് ശരി, അവർ ആറ്റം ബോംബ് ഇട്ടു എന്ന് വെച്ചോ, അപ്പോഴും അവരുടെ വെള്ളപ്രശ്നം മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ കൊണ്ടുവന്ന് ആറ്റം ബോംബ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ലല്ലോ. വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ? അപ്പോൾ ഇറ്റ്സ് ഓൾ നോൺസെൻസ്. അത് ദാറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മുടെ റിപ്ലൈ ഉണ്ട്, നീ ഒന്ന് ഇട് എന്നിട്ട് നോക്കാം നമുക്ക്. ഈ ട്രംപ് ഉണ്ടാക്കി വെച്ച ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റിൻ്റെ കാര്യം ഇപ്പം ശ്രീ ടി ജെ സാർ പറഞ്ഞു. ഇത് മറികടന്ന് പോകാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, വീണ്ടും ട്രംപിലേക്ക് വരുന്നത് അത്രമാത്രം നമ്മൾ ഒരു പരിധിവരെയെങ്കിലും അയാളെ വിശ്വസിക്കുകയോ അയാൾക്കൊപ്പം നിൽക്കുകയോ ഒക്കെ ചെയ്തൊരു രാഷ്ട്രവുമാണ്, ഒരു നേതൃത്വമാണ്. ട്രംപിനെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി അങ്ങ് പറഞ്ഞ പോലെ അയാളൊരു ബിസിനസ്സുകാരനാണ്. ഇന്നും നാളെയും അത് മാത്രമായി അയാളുടെ ഫോക്കസ് മാറിയത് കൊണ്ട് കൂടിയാണോ ഇതൊക്കെ സംഭവിച്ചത്? കാര്യം അയാൾക്കും അറിയാം ഇനിയൊരു ടേം ഇല്ലാന്ന്. അല്ല, അത് ഈ നമുക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കെല്ലാം ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ തകിടം മറിച്ചാണ് ട്രംപ് പെരുമാറിയത്. പീപ്പിൾ ബിലീവ് ദാറ്റ് ദിസ് മാൻ വിൽ റിയലി ബ്രിങ് ചേഞ്ചസ് എന്ന് വിചാരിച്ചു. എന്തിന്? അയാളുടെ കൂടെ തന്നെയുള്ള ഈ നമ്മുടെ എക്സിൻ്റെ ഉടമസ്ഥൻ ഇലോൺ മസ്ക്,
എലോൺ മസ്ക് എത്ര ഫാസ്റ്റായിട്ടാണ് എലോൺ മസ്ക് ഡിസ്റ്റൻസ് ചെയ്തത് ട്രംപിൻ്റെ അടുത്ത്? ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. അവർ തമ്മിൽ വലിയ ട്രംപിൻ്റെ ഇലക്ഷൻ ജയിപ്പിക്കാനും അതിന് കാശ് മുടക്കാനും പ്രാണം കളയാനും ഒക്കെ നിന്നവനാണ് എലോൺ മസ്ക്. ആ എലോൺ മസ്കിനെ ഇയാൾ ഉപേക്ഷിച്ചു. എലോൺ മസ്ക് ഇയാളെയും ഉപേക്ഷിച്ചു. പിന്നെ അതൊരു ബ്രേക്കായി പോയില്ല എന്നേ ഉള്ളൂ. എലോൺ മസ്ക് പറഞ്ഞു, ഞങ്ങളുടെ ഈ അയാളുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾസ് ഉണ്ടല്ലോ, അത് ഞാൻ തരില്ല, ഞാനത് പൂട്ടിയിടാൻ പോവാണ് അതിൻ്റെ ഫാക്ടറി. അതുവരെ അവിടം വരെയൊക്കെ എത്തിയതാണ്. എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അവിടം വരെയൊക്കെ എത്തിയവരുടെ വഴക്ക്. അപ്പോൾ അയാളുടെ കൂടെയുള്ളവരെ പോലും ദേ ഫീൽ ദാറ്റ് ദിസ് ഫെലോ ലെറ്റ് ദം ഡൗൺ, ആ ഒരു ഇതുണ്ട്. അപ്പോൾ അതുപോലെ ലോകരാജ്യങ്ങൾ പലർക്കും, ഫോർ എക്സാമ്പിൾ പുടിൻ ഒരു തവണ ട്രംപുമായിട്ട് സംസാരിച്ചു 1.25 മണിക്കൂർ ഫോൺ വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുടിൻ നോക്കിയപ്പോൾ 1.25 മണിക്കൂർ ഞാൻ പുടിനുമായിട്ട് സംസാരിച്ച കാര്യമെല്ലാം കൂടെ ഇയാൾ അയാളുടെ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടിരിക്കുന്നു. മാന്യന്മാർ ചെയ്യുന്ന പണിയാണ്. അതിനുശേഷം ഇന്ന് വരെ പുടിൻ ഇയാളുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ സംസാരിക്കുന്ന മുഴുവൻ ലാവ്റോവാണ്. പുടിൻ ലൈനിൽ വരില്ല. അവരുടെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടല്ലോ, ഗ്രിഗറി ലാവ്റോവാണ് സംസാരിക്കുന്നത്. കാരണം ഇങ്ങനെ ഇപ്പം നാണം കിട്ടിയാലോട് സംസാരിക്കാൻ കൊള്ളില്ല. അതെ, ഇപ്പം സംസാരിച്ച് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഇവിടെ ചിലർ ഫോൺ റെക്കോർഡ് ചെയ്ത് പുറത്തിരുന്ന പോലെയായി. അതെ, സി ഫോർ യുവർ റെഫറൻസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു മറ്റേ ആളിനോട് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് ഓർമ്മ, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അയാൾ റെക്കോർഡ് ചെയ്യുന്നു. ബട്ട് അപ്പോഴും അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതല്ലാതെ അത് പബ്ലിക്കിനെ അറിയിക്കുന്നത് എന്ത് മര്യാദയാണ്? അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ മനുഷ്യനെ, അതുകൊണ്ടാണ് ഷീ ജിൻപിങ് അടുപ്പിക്കാത്തത്. ഇങ്ങനെ അവിടെ പോയിട്ട് G2 എന്ന് പറഞ്ഞ പുള്ളിയുടെ മസിൽ പഠിപ്പിക്കലിനാണല്ലോ അവിടെ പോയത്. ഗൂഗിളിന് ഇവരെ മൈക്രോസോഫ്റ്റിനൊക്കെ വിളിച്ചുകൊണ്ട് പോയി ചൈനയിൽ പോയി. ഇവർക്ക് പേടി. ഇവർ പറഞ്ഞു മൊബൈലിൻ്റെ ചാർജർ പോലും ചൈനയിൽ കുത്തരുത്. ഈ ചാർജറിൻ്റെ ഇത് കുത്തിക്കഴിയുമ്പോഴല്ലോ ഇയാളുടെ മൊബൈലിലെ വിവരങ്ങൾ മുഴുവൻ ചാർജർ വഴി അവരുടെ ഇതിലേക്ക് പോകും എന്നുള്ള പേടി. ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ടെക്നോളജി വിച്ച് ചൈന ഹാസ് ഡെവലപ്ഡ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ചൈനയിൽ നമ്മളുടെ ഈ സാധനങ്ങൾ മുഴുവൻ ബെയ്ജിങ്ങിൽ മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ്, ഈ സാധനങ്ങളൊക്കെ ബെയ്ജിങ്ങിൽ മാത്രം. ബെയ്ജിങ്ങിന് പുറത്ത് ഈ സാധനമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ബൈദു സാറ്റലൈറ്റ് സിസ്റ്റം, അത് ഇതൊക്കെ ആയിട്ട് അവരുടെ വാട്സാപ്പ്, അവരുടെ യൂട്യൂബ് ഒക്കെ ഉണ്ട്. ബെയ്ജിങ്ങിൽ ഈ ഇൻ്റർനാഷണൽ എംബസിയും സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് ബെയ്ജിങ്ങിനെ മാത്രം അതിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ചൈനയെ വലിയ പേടിയാണ്. ചൈന ഇവരുടെ സകല രഹസ്യവും, കാരണം സകല ബിസിനസ്സുകാരവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ മൊബൈലിലുള്ള ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് നല്ല ഇതല്ലേ, അഡ്വാൻറ്റേജ് അല്ലേ. ദേ വർ മോർട്ടലി അഫ്രൈഡ് ഓഫ് ചൈന. 2 ദിവസം ഒരു കണക്കിന് ട്രംപ് വിളിച്ചുകൊണ്ട് കൂടെ പോയിട്ട് അവർ തിരിച്ചു പോന്നു. സോ വെസ്റ്റ് ഏഷ്യ തുടങ്ങി നമ്മൾ US എത്തി നിൽക്കുകയാണ്. സോ TJ, അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തെ ചോദ്യം, ഡിപ്ലോമാറ്റിക്കലി വി ആർ സൗണ്ട്, പൊളിറ്റിക്കലി വി ആർ സൗണ്ട്, ഇൻ്റർനാഷണലി ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വി ആർ സൗണ്ട്, നമ്മൾ ട്രേഡ് വൈസും സൗണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണോ ഭാരതത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട്? തീർച്ചയായിട്ടും ട്രേഡ് വൈസ് എവിടെയാണ് നമുക്കൊരു കുഴപ്പം സംഭവിച്ചത്? ഇദ്ദേഹം ഈ താരിഫ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഇവർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള സ്ഥലം, ടെക്സ്റ്റൈലിൻ്റെ കേന്ദ്രം തിരുപ്പൂർകാർ സെപ്പറേറ്റ് എക്സ്പോർട്ട്, സൂറത്തുകാർ സെപ്പറേറ്റ് എക്സ്പോർട്ട്. 2 പേരും തുണിയുടെ ഉസ്താദുമാരാണ്. ഈ ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ അവർ സൂറത്ത് ഇവരെ കോണ്ടാക്ട് ചെയ്തു, തിരുപ്പൂരിനെ. അതെ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവർ ചോദിച്ചു എന്താ വേണ്ടത്? അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കണക്ഷൻസ്, അഡ്വർടൈസ്മെൻറ്റ്, അത് ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ വളരെ സ്ട്രോങ് ആണ്, ബട്ട് മാർക്കറ്റിംഗ് ഒരല്പം പുറകിലാണ്. ശരി, അപ്പോൾ നമുക്ക് ജോയിൻ്റ് ആയിട്ട് ചെയ്യാം. ദേ ഫോംഡ് എ ജോയിൻറ്റ് കമ്മിറ്റി. ഇവിടുത്തെ കൃഷ്ണമൂർത്തിയും അവിടുത്തെ ഐ ഫർഗോട്ട് ഹിസ് നെയിം സംബടി, ഇവർ അതൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടാണ്
ഇപ്പം നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കോളൂ, തിരുപ്പൂരിൻ്റെ പരസ്യം, പോളോ ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, വി ആർ ലിനൻ എക്സ്പോർട്ടേഴ്സ്. അത് തിരുപ്പൂരിൻ്റെ മാത്രമല്ല, സൂറത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സൂറത്തിനെ കൂടെ ചേർത്ത് തിരുപ്പൂർ അഡ്വർടൈസ് ചെയ്യുന്നു. ആ തിരുപ്പൂരിൻ്റെ വീക്ക്നെസ് സൂറത്ത് കവർ ചെയ്യുന്നു. ഈ സംഭവം ഉണ്ടാവാൻ കാര്യം ബേസിക്കലി ഈ ഭ്രാന്തനാണ് ട്രംപ്. 2 സ്ഥലത്ത് ഇപ്പോൾ ട്രംപിൻ്റെ പടം വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ. ഇവർ നമ്മളുടെ സാബു ജേക്കബ് പറഞ്ഞല്ല, അദ്ദേഹം 100% അമേരിക്കയിലേക്കായിരുന്നു എക്സ്പോർട്ട്. അമേരിക്കൻ എക്സ്പോർട്ട് ഇങ്ങനെ സഡൻലി ക്ലോസ് എന്ത് ചെയ്യും, ശരി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കണമെന്ന്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം മതി സാബു ജേക്കബിൻ്റെ ഡ്രസ് മെറ്റീരിയൽ വിൽക്കാനായിട്ട്. വിച്ച് വാസ് എ സർപ്രൈസ്ഡ്, ഒരു സർപ്രൈസിങ് റിയലൈസേഷനായിരുന്നു അത് സാബു ജേക്കബിന്, കിറ്റെക്സിന്. അതിപ്പോൾ സമയക്കുറവ് മൂലം അതിലേക്ക് പോകുന്നില്ല. ഒരിക്കൽ അത് ചർച്ച ചെയ്യണം. കാര്യം അത് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ, ആഭ്യന്തര വിപണിയിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഉണർവ് എന്തായിരിക്കാം, ഒരു ചടുലത എന്തായിരിക്കാം, അല്ല ഈ ഇത്രയും സാധനങ്ങൾ. ഗവൺമെന്റ് സ്റ്റുഡ് വിത്ത് ദം. ഓർക്കണില്ലേ, നിർമ്മലാ സീതാരാമൻ ഇടയ്ക്ക് വെച്ചിട്ട് GST റേറ്റ് കുറച്ചു, എക്സൈസ് ഡ്യൂട്ടി റേറ്റ് കുറച്ചു. അതെല്ലാം ഈ ബിസിനസ്സുകാരും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ആലോചിച്ച് ദർ ഈസ് എ ക്രൈസിസ്. അമേരിക്കൻ പ്രസിഡൻറ്റിന് ഭ്രാന്ത് പിടിച്ചു. നമ്മളെന്ത് ചെയ്യും? നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ പറ്റില്ല കോട്ടയ്ക്കൽ. നമുക്കാകെ ചെയ്യാവുന്നത് നമ്മളെ ഈ കുന്തത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. സോ വാട്ട് ടു ഡു? അപ്പോൾ അവർ പറഞ്ഞു, മാഡം ഇങ്ങനെ ഇതൊന്ന് കുറച്ച് ബാക്കി ഞങ്ങൾ ടൈപ്പ് ചെയ്തോളാം. റൈറ്റ് സർ, ഈ എപ്പിസോഡ് അവസാനിക്കുന്നു, പൊളിച്ചെഴുത്ത് അവസാനിക്കുന്നില്ല. വരും ആഴ്ചയിൽ വീണ്ടും കാണാം. നമസ്തേ. താങ്ക് യു സർ.